നമസ്കാരം. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഹെലികോപ്റ്ററിന് നേർക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ച് റഷ്യൻ സർക്കാർ. ഒരു വലിയ സംഘം ഡ്രോണുകളാണ് പുടിൻ്റെ ഹെലികോപ്റ്ററിന് നേർക്ക് ചെന്നത് എന്നും തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് ക്രെംലിനിലെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി റഷ്യയുടെ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തത്. ആകാശത്ത് വെച്ച് തങ്ങളുടെ പ്രസിഡന്റിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ പോരാട്ടം തന്നെ നടത്തിയെന്നും ശത്രുക്കളെല്ലാം തുരത്തി ഓടിച്ചു എന്നുമാണ് റഷ്യൻ സൈനിക വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ തനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തനിക്ക് വളരെ കാലമായി പുടിനെ നേരിട്ടറിയാം, അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം അവിടെ ആളുകളെ റോക്കറ്റുകൾ അയച്ച് കൊല്ലുകയാണ് എന്നുമൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ പുടിൻ അംഗീകരിക്കാത്തതിലും അദ്ദേഹത്തിന് ശക്തമായ അമർഷമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് 2 മണിക്കൂറോളമാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപും പുടിനുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്ന പുടിൻ പിന്നീട് ചർച്ച കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രീതികൾ മാറി മറിയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിഷേധത്തിന് ഇപ്പോൾ ഇടയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിയുടെ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു, അതായത് മാർപ്പാപ്പ നേരിട്ടിടപെട്ട് ലെയോ 14 തന്നെ നേരിട്ടിടപെട്ട് ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാകണം എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ വത്തിക്കാനും ഇക്കാര്യത്തിൽ പൂർണ്ണ മനസ്സായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ റഷ്യൻ സർക്കാരാകട്ടെ ഇക്കാര്യം തള്ളിക്കളയായിരുന്നു. റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താക്കൾ ഇക്കാര്യത്തിൽ വത്തിക്കാൻ ഇടപെടേണ്ട കാര്യമില്ല എന്ന പരോക്ഷമായ സൂചനയാണ് അവിടെയും നൽകിയിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഏതാണ്ട് 900ഓളം ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലേക്ക് അയച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ തിരിച്ചടിയായിട്ട് തന്നെയാണ് അവർ റഷ്യൻ പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്ററിന് നേർക്കും ഡ്രോൺ ആക്രമണം നടത്തിയത് എന്ന് വേണം കരുതാനെന്നാണ് ട്രംപും വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ യുക്രൈനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് ജർമ്മനിയാണ്. ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് നേരത്തെ നൽകിയിരുന്ന ആയുധങ്ങൾ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണം പൂർണ്ണമായി പിൻവലിച്ചു എന്നും റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇനി യുക്രൈന് ധൈര്യമായി ആക്രമണം നടത്താം എന്നുമാണ് ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഫ്രാൻസും ഇക്കാര്യത്തിൽ യുക്രൈന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് രംഗം കൂടുതൽ ഇപ്പോൾ കലുഷിതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയും പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ തന്നെ റഷ്യക്കെതിരെ എത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമോ എന്നുപോലും സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുപടി കൂടി കടന്ന് പുടിന് നേരെ വ്യക്തിപരമായ വിമർശനം തന്നെയാണ് നടത്തിയത്. പുടിൻ ചർച്ചകളിലൊക്കെ തന്നെ അമേരിക്കയും യൂറോപ്പിനെയും പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ് എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നത നിലവിൽ രൂപം കൊള്ളുകയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തും, അതായത് നാറ്റോ സഖ്യകക്ഷികളൊക്കെ തന്നെ ഒരു ഭാഗത്തും, റഷ്യ തനിച്ചുമാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യ പോലുള്ള ഈ ഇരു രാജ്യങ്ങളുമായും വളരെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ മധ്യസ്ഥതയ്ക്കായി ഏർപ്പെടുത്തുമെന്ന് പലപ്പോഴും റഷ്യയും യുക്രൈനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കിട്ടാതെ ഇന്ത്യക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥയുമല്ല ഉള്ളത്. ഏതായാലും റഷ്യൻ പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്ററിന് നേർക്ക് പോലും ഡ്രോൺ ആക്രമണം നടത്താൻ യുക്രൈന് കഴിഞ്ഞു എങ്കിൽ അവർക്ക് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ലഭിച്ച മാരകമായ ആയുധ ശേഖരം കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി തന്നെ ഇത് മാറുകയാണ്. യുക്രൈനാകട്ടെ പലവട്ടം തങ്ങൾ ചർച്ചകൾക്ക് ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പറയുമ്പോഴും ചർച്ചകളിൽ എല്ലാം ശരിയാകും എന്ന് പറയുന്ന പുടിൻ ചർച്ച കഴിയുമ്പോൾ വാക്കുമാറുന്ന രീതി ഇപ്പോൾ യുക്രൈനും അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം.